നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 22/3/2026 ഞായറാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 217, RSS 5 കിലോ 212, ISNR 20 185, ലാറ്റക്സ് 60% ആക്സിൽ 152 രൂപ 15 പൈസ. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 217, RSS 5 കിലോ 212. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 206, ലോട്ട് കിലോ 189 194. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 136, 60% DRC ഒട്ടുപാൽ കിലോ 102. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 230 96 പൈസ, RSS 5 കിലോ 230 54 പൈസ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 212 50 പൈസ, RSS 5 കിലോ 212, ISNR 20 206. ഇനി ഫീൽഡ് ലാറ്റക്സ് 203, ഫാക്ടറി വില 213. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 10,150, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 12,180, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 14,250, 40% DRC ഉള്ള 200 ലിറ്റർ 16,240. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം RSS 4 കിലോ 209, RSS 5 കിലോ 204, ISNR 20 182 രൂപ മുതൽ 182 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 119 മുതൽ 132 രൂപ. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. ഈ കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,380, ഒരു പവന് 1,07,040. അതുപോലെ 24 ക്യാരറ്റ് 14,597, ഒരു പവൻ 1,16,776. അതുപോലെ 18 ക്യാരറ്റ് 10,948, ഒരു പവൻ 87,541. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 275 രൂപയും ഒരു പവൻ്റെ മുകളിൽ 2,200 രൂപയാണ് കുറഞ്ഞത്. സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. സ്വർണ്ണം മേടിക്കാൻ കടയിൽ പോകുമ്പോൾ അവിടെ GSTയും പണിക്കൂലിയും ഹാൾമാർക്കിൻ്റെ ചാർജും കൊടുക്കേണ്ടി വരും. ഏതായാലും 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളും തീ പാർന്ന മത്സരങ്ങളായിരിക്കും. അതിലൊന്നായ ആറന്മുള ആരോഗ്യമന്ത്രി വീണ ജോർജ് വിട്ടുകൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. തീപാർന്ന മത്സരവുമായ ആറന്മുള, ജനിച്ച മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് വീണ ജോർജ്. എന്നാൽ വിട്ടുതരേണ്ട പിടിച്ചെടുക്കാനാണ് വന്നതെന്ന് UDFിൻ്റെ അഡ്വക്കേറ്റ് അബിൻ വർക്കി കാത്തിരുന്ന് കാണാമെന്നും കുമ്മനശേഖരൻ BJP കൂടി പറയുമ്പോൾ മത്സരം വളരെയേറെ കടുക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ആറന്മുള മണ്ഡലം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വീണ ജോർജ് ആരോഗ്യമന്ത്രി കാഴ്ചവെച്ചത്. അതെല്ലാം വളരെയേറെ പ്രതിപാദിച്ചുകൊണ്ടാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിനെ എക്കാലവും തുണച്ചിട്ടുള്ള മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ K ശിവദാസൻ നായരായിരുന്നു MLA. ശിവദാസൻ നായരെ അട്ടിമറിച്ചാണ് വീണ ജോർജ് അവിടെ ആദ്യം MLA ആയത്. അതിനു മുമ്പ് KK നായരുടെ തട്ടകമായിരുന്ന സ്വതന്ത്രനായി പോലും KK നായർ വിജയിച്ച മണ്ഡലം. എന്നാൽ കഴിഞ്ഞ 2 ടേമായ ആറന്മുള മണ്ഡലം വീണ ജോർജിലൂടെ ഇടതുപക്ഷ പാളയത്തിലാണ്. മണ്ഡലത്തിൽ ശിവദാസൻ നായരോടുള്ള താല്പര്യമില്ലായ്മയും സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കാലുവാരലും വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജിന് മലങ്കര ഓർത്തഡോക്സ് സഭയിലും വിശ്വാസികളുണ്ടായിരുന്ന സാധുവിനും ഒത്തുചേർന്നപ്പോൾ ആറന്മുള മണ്ഡലം ഇടത്തേക്ക് ചായുകയായിരുന്നു. കഴിഞ്ഞ 2 ടേമും വീണ ജോർജ് തുണച്ചത് ഒരേ സാഹചര്യമാണെങ്കിൽ ഇക്കുറി അതിന് മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഓർത്തഡോക്സ് സഭയുമായി അടുത്ത ബന്ധമുള്ള കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി UDF ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രത്യേക കണക്കൂട്ടൽ തന്നെയാണ്. മിസോറാം മുൻ ഗവർണറും BJPയുടെ മുതിർന്ന നേതാവും കുമ്മനരാജൻ ആറന്മുളയിൽ മാറ്റുരയ്ക്കാനെത്തുമ്പോൾ ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വളരെയേറെ കഴിയില്ല. അതുകൊണ്ട് തന്നെ തീപാർന്ന മത്സരം തന്നെയായിരിക്കും ആറന്മുളയിൽ. 2016 ആദ്യമായിട്ടാണ് വീണ ജോർജ് നിയമസഭയിൽ നിന്ന് ആറന്മുളയിൽ എത്തുന്നത്. ത്രികോണ മത്സരമാണ് ആറന്മുളയിൽ നടക്കുന്നത്. ഇനി ജനങ്ങൾ വിചാരിക്കട്ടെ ആര് ജയിക്കും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും.